പ്രിയരെ, ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന ബൈബിൾ പഠന പരമ്പരയുടെ പുതിയ നിയമത്തിൻ്റെ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പഠനങ്ങളിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നല്ലിടയനായി ഈശോയെ അവതരിപ്പിക്കുന്ന വചനത്തിൻ്റെ വ്യാഖ്യാനമാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. അതിൻ്റെ തുടർച്ചയെന്നോണം ആ വചനഭാഗങ്ങളുടെ വിചിന്തനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. രണ്ട് ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ഇതുവരെയും യോഹന്നാൻ്റെ സുവിശേഷത്തെ പഠിച്ചുകൊണ്ടിരുന്നത്. ഒരു ഭാഗത്ത് പദാനുപദമായി എക്സജറ്റിക്കൽ സ്റ്റഡി എന്ന് വിളിക്കപ്പെടുന്ന വചനവ്യാഖ്യാനം നടത്തുകയും, മറുഭാഗത്ത് ഈ വചനത്തിലൂടെ ദൈവം എന്നോട് എന്ത് സംസാരിക്കുന്നു എന്ന് മനസ്സിലാക്കാനുള്ള വചന വിചിന്തനവും നമ്മൾ നടത്താറുണ്ടായിരുന്നു. വചനവ്യാഖ്യാനവും വചന വിചിന്തനവും. ഈ ക്ലാസ്സിൽ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ വചന വിചിന്തനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 8 വരെയും 27 മുതൽ 30 വരെയുമുള്ള രണ്ട് ഭാഗങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരുമിച്ച്, കാരണം അത് ഒരേപോലെ പോകുന്ന, ഒരേ ആശയങ്ങൾ ഉയർത്തുന്ന രണ്ട് വചനഭാഗങ്ങളാണ്. അവയുടെ വിചിന്തനമാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. നല്ല ഇടയനായ ഈശോയുടെ അജഗണങ്ങളുടെ സമൂഹമാണ് സഭ എന്ന് പറയുന്നത്. ഞാൻ ആവർത്തിക്കുകയാണ്, നല്ലിടയനായ ഈശോയുടെ അജഗണങ്ങളുടെ സമൂഹം. കത്തോലിക്ക തിരുസഭ എന്ന് പറയുന്നത് ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികളുടെ ഒരു സമൂഹമാണ്. ഈശോയുടെ പൗരോഹിത്യത്തിൽ പങ്കുചേരുന്നവരുടെ പൗരോഹിത്യ ശുശ്രൂഷയിലൂടെയാണ് ഇന്ന് നല്ല ഇടയനായ ഈശോ തൻ്റെ അജഗണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് എന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെയും പൗരോഹിത്യം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദൈവജനത്തിന് നേതൃത്വം നൽകാൻ ദ ഹോളി സേക്രഡ് ഓർഡർ ഓഫ് പ്രീസ്റ്റ്ഹുഡ് എന്ന് വിളിക്കപ്പെടുന്ന, അഭിഷേകത്തിലൂടെ പൗരോഹിത്യം സ്വീകരിച്ച ദൈവത്തിൻ്റെ പുരോഹിത ഗണത്തോട് ചേർന്നാണ് അജഗണങ്ങൾ ദൈവ ശുശ്രൂഷയിൽ ഏർപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയും സഭയുടെ ആധികാരികമായ പൗരോഹിത്യ ശുശ്രൂഷയാണ് സഭാമക്കൾ സ്വീകരിക്കേണ്ടത് എന്ന് പ്രിയപ്പെട്ടവരെ സാന്ദർഭികമായി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ചിലരെങ്കിലുമൊക്കെ പറയാറുണ്ട്, ഈ പൗരോഹിത്യം എന്ന് പറയുന്നത് അനാവശ്യമാണ്. പുരോഗമനപരമായി ചിന്തിക്കുന്നവരുടെ ഇടയിലേക്ക് വല്ലാത്ത രീതിയിൽ കടന്നു വന്നിരിക്കുന്ന ഒരു ആശയമാണ്. ഒത്തിരിയേറെ പ്രചാരം ലഭിക്കുന്നുമുണ്ട് ഇപ്രകാരമുള്ള ആശയഗതികൾക്ക്. ഇവയൊക്കെയും ഒരുപക്ഷെ ഭൗതികവാദത്തിൽ നിന്നും നിരീശ്വരവാദത്തിൽ നിന്നുമൊക്കെ പൊട്ടിപ്പുറപ്പെടുന്നവയാണ്. അത് വിശ്വാസികൾ പോലും അറിയാതെ ഏറ്റെടുക്കുന്നു എന്നുള്ളത് സങ്കടകരമായ ഒരു വസ്തുതയായി പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ദൈവജനത്തിന് നേതൃത്വം നൽകുവാൻ വേണ്ടിയിട്ട് പഴയ നിയമകാലം മുതൽ ദൈവം തിരഞ്ഞെടുത്ത അഭിഷേകം ചെയ്ത പുരോഹിതന്മാരുണ്ടായിരുന്നു. എല്ലാ ജീവിത രീതികളിലും അപജയങ്ങൾ ഉണ്ടായതുപോലെ തന്നെ പൗരോഹിത്യത്തിലും ചിലർക്കൊക്കെ അപജയങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. ദൈവം വിളിച്ചു കൊണ്ടുവന്ന ചിലരെങ്കിലുമൊക്കെ വീണുപോയിട്ടുണ്ടാകാം. ഇപ്രകാരമൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്, തിരുസഭയ്ക്ക് ഒരു സാധാരണഗതിയിലുള്ള ജീവിത രീതികളുണ്ട്, പ്രവർത്തന രീതികളുണ്ട്. അവയെല്ലാം തച്ചുടച്ചുകൊണ്ട് സ്വാതന്ത്ര്യമെന്ന് പറഞ്ഞു, പുരോഗമനമെന്ന് പറഞ്ഞുകൊണ്ട് ചിലരെങ്കിലുമൊക്കെ ഇപ്രകാരം ബഹളം വെക്കുമ്പോൾ അവരോട് സഹതാപം മാത്രമേ ഉള്ളൂ കേട്ടോ. അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. എന്നാലും അവർ കുറച്ചു പേരാണെങ്കിലും ദ വയലന്റ് മൈനോരിറ്റി, സൈലന്റ് മജോറിറ്റിയെ അവയുടെ മേൽ ആധിപത്യം പുലർത്തുന്നു എന്നുള്ളൊരു പ്രശ്നം ഈ സോഷ്യൽ മീഡിയയുടെയൊക്കെ തള്ളിക്കയറ്റത്തോടുകൂടെ ധാരാളമായിട്ടുണ്ടാകുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ ഈ ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ട ഒരു വസ്തുത ഇതാണ്: സ്വയം ഇടയന്മാരായി പ്രഖ്യാപിക്കുന്ന പല സഭാ വിരുദ്ധ ഗ്രൂപ്പുകളും വ്യക്തികളും ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ചിലരെങ്കിലുമൊക്കെ സ്വന്തമായി തന്നെ സ്വയം മെത്രാനായി അഭിഷേകം ചെയ്യുകയും സ്വയം ദൈവജനത്തിൻ്റെ ഇടയന്മാരായി അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ആൾ ദൈവങ്ങളുടെയൊക്കെ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്നത്. അപ്രകാരമുള്ള കാര്യങ്ങൾ തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്ന് മാത്രമല്ല, ഇല്ലാതാകേണ്ടതുമാണ്. എന്നാൽ പരമ്പരാഗതമായി നൽകപ്പെടുന്ന ഇപ്രകാരമുള്ള ദൈവീകമായ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്നവരും മറ്റ് ചില വ്യക്തികൾ അപജയം സംഭവിച്ചു എന്ന കാരണത്താൽ സംശയിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയുക, അവരുടെ നേതൃത്വം സ്വീകരിച്ച് ശരിയായ വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചു പോകാൻ ഇടയാകാതെ വിശ്വാസികൾ ജാഗരൂകരമാകണമെന്നുള്ള ഓർമ്മപ്പെടുത്തൽ ഇതോട് ചേർത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ചിലരെങ്കിലുമൊക്കെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് നല്ല ഇടയൻ്റെ മേലങ്കി അണിഞ്ഞുകൊണ്ടുവരുന്ന ചെന്നായ്ക്കളുണ്ട്. അതുകൊണ്ട് തന്നെയും അപ്രകാരമുള്ളവരെ തിരിച്ചറിയാനുള്ള ജാഗ്രത നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഉണ്ടാകേണ്ടതുണ്ട്. മറ്റുള്ളവരെ വഴിതെറ്റിക്കാൻ അലറുന്ന സിംഹത്തെ പോലെ പിശാച് വിറളി പൂണ്ട് നടക്കുന്നു എന്നാണ് ലേഖനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഇപ്രകാരമുള്ള പൈശാചിക തിന്മകളിലേക്ക് വീഴാതിരിക്കാൻ, അനുസരണക്കേടിൻ്റെ തിന്മയിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തുന്നവരെ ജാഗ്രതയോടുകൂടെ ശ്രദ്ധാപൂർവം വീക്ഷിക്കാനും അവരുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാനും നമ്മളെ കൊണ്ട് സാധിക്കണം. ചില സഭാവിരുദ്ധ ശക്തികളുടെ കൈകളിലെ കളിപ്പാട്ടങ്ങളായി ചിലരെങ്കിലുമൊക്കെ മാറുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. സഹോദരങ്ങളെ, വലിയ അപകടം ചെയ്യുന്നുണ്ട് ഇപ്രകാരമുള്ള സഭാവിരുദ്ധ പ്രവർത്തനങ്ങളും നമുക്കറിയാമല്ലോ. ചില വിശ്വാസികളെങ്കിലും, സാധാരണക്കാരായ അൽമായ വിശ്വാസികളെങ്കിലും ഇപ്രകാരമുള്ള നേതാക്കന്മാരാൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ട്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്രകാരം തെറ്റിദ്ധരിപ്പിക്കുന്നവർക്കെതിരായി ശക്തമായ ഭാഷയിൽ വ്യക്തമായ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. സഭാ നേതാക്കന്മാർ ചിലരെങ്കിലുമൊക്കെ അപജയങ്ങൾ സംഭവിച്ചവർ നിങ്ങളെ തെറ്റായ വഴികളിലൂടെ നടത്തിക്കൊണ്ടു പോകുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവ് നയിക്കുന്ന സഭയുടെ കൂട്ടായ്മയിലേക്കല്ല, വിഘടനത്തിൻ്റെ മറ്റിടങ്ങളിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ശക്തവും വ്യക്തവുമാണ് മാർപ്പാപ്പയുടെ വാക്കുകൾ. അതുകൊണ്ട് നാം ജാഗ്രതയുള്ളവരാകണമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, വിശ്വാസികൾ അജപാലകരുമായി ആത്മാർത്ഥമായ ഒരു സ്നേഹബന്ധം വളർത്തിയെടുക്കണം. പരസ്പരമുള്ള സ്നേഹബന്ധത്തിലൂടെ, ആത്മാർത്ഥതയുള്ള ബന്ധത്തിലൂടെയാണ് അജപാലകരും വിശ്വാസികളും മുൻപോട്ട് പോകേണ്ടത്. എന്നിട്ട് കൂട്ടിച്ചേർക്കുകയാണ്, നല്ല ഇടയനായ ഈശോയുമായുള്ള സ്നേഹബന്ധമാണ് സഭയിലെ അജപാലകരെ സ്നേഹിക്കുവാൻ വിശ്വാസികൾക്ക് പ്രചോദനം നൽകേണ്ടത്. നല്ലിടയനായ ഈശോയോട് സാദാത്മ്യം പ്രാപിക്കുന്ന ഇടയന്മാരായി തങ്ങളെ തന്നെ ഇടയന്മാർ വിശുദ്ധീകരിക്കണം. പുരോഹിതന്മാരെക്കുറിച്ച്, സന്യസ്തരെക്കുറിച്ച്, ദൈവജനത്തിന് ശുശ്രൂഷ ചെയ്യുന്ന നേതൃ ശുശ്രൂഷയിലുള്ളവരെ കുറിച്ചാണ് ഈ വചനഭാഗം ഓർമ്മപ്പെടുത്തുന്നത്. അജഗണത്തെ വഴിതെറ്റിക്കുന്നവരാകാതെ അവർക്ക് വഴികാട്ടികളാകുന്ന ഇടയന്മാരാകാൻ നമുക്ക് സാധിക്കണമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണത്. അതുകൊണ്ട് വിശ്വാസികൾ തങ്ങളുടെ ജീവിതത്തിൽ ഈശോയുമായി വ്യക്തിപരമായ ഒരു സ്നേഹബന്ധം വളർത്തിയെടുക്കണം. കൂടുതൽ അറിയും തോറും കൂടുതൽ സ്നേഹിക്കാൻ പറ്റുമെന്ന ഒരു ചൊല്ലുണ്ട്. ഈശോയെ കൂടുതൽ അറിയുമ്പോൾ, ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ നിനക്ക് കൂടുതലായി ഒരു സ്നേഹബന്ധം വളർത്തിയെടുക്കാൻ സാധിക്കും. ജീവൻ്റെ അപ്പമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദൈവവചനവും പരിശുദ്ധ കുർബാനയും മറ്റു കൂദാശകളും അജഗണങ്ങളിൽപ്പെട്ട എല്ലാവർക്കും ലഭിക്കുന്നുണ്ടെന്ന് അജപാലകർ ഉറപ്പുവരുത്തണമെന്ന് ഞാനിവിടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. സഭയുടെ പൈതൃകവും പാരമ്പര്യവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വ്യക്തിസഭകളുടെ തനിമകൾക്കനുസരിച്ചുള്ള ആരാധനാക്രമങ്ങൾക്കനുസരിച്ച്, സഭ പഠിപ്പിക്കുന്ന ഉദ്ബോധനങ്ങൾക്കനുസരിച്ച് ദൈവജനത്തെ വളർത്തേണ്ട ഉത്തരവാദിത്വം ഇടയന്മാർക്കുണ്ട് എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ,
ജാഗ്രതയോടുകൂടെ ജീവിക്കണം നാം. പുരോഹിതനായാലും അൽമായ വിശ്വാസിയായാലും എന്നെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണെന്നും അത് തിരുസഭയിലൂടെയും തിരുസഭയുടെ അധികാരികളിലൂടെയുമാണ് വെളിപ്പെട്ട് കിട്ടുന്നത് എന്നുമുള്ള കൃത്യമായ ബോധ്യത്തോടുകൂടെ ജീവിക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമായി തീരുന്നത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെയും അജപാലകരുടെ ഉത്തരവാദിത്വമാണ് അജഗണങ്ങളെ യേശുവിൻ്റെ പാതയിലൂടെ നയിക്കുക എന്നുള്ളത്. രോഗികളുടെ മേൽ കൈകൾ വെച്ച് അവരെ സുഖപ്പെടുത്താനുള്ള പ്രത്യേക വരം പൗരോഹിത്യ അഭിഷേകത്തിലൂടെ ലഭിച്ച എല്ലാ വൈദികരും സൗഖ്യദായക ശുശ്രൂഷ നിർവഹിക്കേണ്ടവരാണ്. ചിലരെങ്കിലുമൊക്കെ ചോദിക്കാറുണ്ട്, അച്ഛാ പോട്ടെ പോയി ധ്യാനിച്ചാൽ മാത്രമേ, ഡിവൈനിൽ പോയി ധ്യാനിച്ചാൽ മാത്രമേ സൗഖ്യം കിട്ടുകയുള്ളൂ. അല്ല, അങ്ങനെ ആര് പറഞ്ഞു? പക്ഷെ അപ്രകാരം ഒരു ചിന്ത മനസ്സിലേക്ക് കയറിക്കൂടിയിട്ടുണ്ട്. കാരണം എന്താ? ദൈവവചനം പ്രസംഗിക്കപ്പെടുന്ന കരിസ്മാറ്റിക് ശുശ്രൂഷകളിലൂടെ, പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലൂടെ, വിശുദ്ധ ബലി അർപ്പണത്തിലൂടെ അനേകം പേർക്ക് രോഗസൗഖ്യങ്ങൾ ലഭിക്കുന്നത് നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇടങ്ങളിലേക്ക് ആൾക്കാർ ഒരുപക്ഷെ ഇടിച്ചു കയറിയേക്കാം. പക്ഷേ കർത്താവിൻ്റെ അഭിഷേകം സ്വീകരിച്ച സൗഖ്യദായകനായ ഈശോയുടെ പൗരോഹിത്യത്തിലേക്ക് കടന്നു വന്ന ഓരോ പുരോഹിതനും ഈ സൗഖ്യ ശുശ്രൂഷയുടെ ഭാഗമാണ് എന്ന് തിരിച്ചറിയുക. ആനയ്ക്ക് ആനയുടെ വലുപ്പം അറിയില്ല എന്ന് പറയുന്നത് പോലെയാ ചില നേതൃ ശുശ്രൂഷ നിർവഹിക്കുന്നവർ. എനിക്ക് ദൈവം പൗരോഹിത്യാഭിഷേകത്തിലൂടെ സൗഖ്യദായകമായ ശുശ്രൂഷയ്ക്കുള്ള കൃപാവരം നൽകിയിട്ടുണ്ട് എന്ന് പല വൈദികരും തിരിച്ചറിയുന്നില്ല. കൈവെപ്പിലൂടെ, അപ്പസ്തോലികമായ പാരമ്പര്യത്തിലൂടെ കത്തോലിക്ക തിരുസഭയിൽ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഈ സൗഖ്യദായക ശുശ്രൂഷ എൻ്റെ കഴിവ് കൊണ്ടല്ല, മറിച്ച് എന്നെ കൈവച്ച് ആശീർവദിച്ച് അഭിഷേകത്തിലേക്ക് കൊണ്ടുവന്ന യേശുനാഥൻ്റെ നിത്യ പൗരോഹിത്യത്തിൽ നിന്നും ഭാഗമാക്കാകുന്നത് വഴിയായി ഞാൻ സ്വീകരിക്കുന്നതാണ് എന്ന് തിരിച്ചറിയണം. തങ്ങളുടെ അജപാലന ശുശ്രൂഷയുടെ ഒരു അവശ്യ ഘടകമായി സൗഖ്യദായക ശുശ്രൂഷയെ കരുതുകയും സഭാത്മകമായ രീതിയിൽ ആ ശുശ്രൂഷ നിർവഹിക്കുകയും വേണം. സഭാത്മകമായി എന്ന് പറയുമ്പം എക്ലേസിയോളജിക്കൽ, സഭയിലുള്ള എല്ലാത്തരം വിശ്വാസികൾക്കും ഗുണകരമാകുന്ന ശുശ്രൂഷ നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് പ്രിയ പുരോഹിതന്മാരെ, വൈദിക സഹോദരങ്ങളെ, എന്നെയും നിങ്ങളെയും ദൈവമായ കർത്താവ് വിളിച്ച് മാറ്റി നിർത്തി അഭിഷേകം ചെയ്ത് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. വീഴ്ച വരുത്തരുത്. അജഗണങ്ങളെ വഴിതെറ്റിക്കുന്ന ഇടയനാണെങ്കിൽ ദൈവത്തിന് തിരുമുമ്പിൽ നീ കണക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ജാഗ്രതയുള്ളവരായി കൂടെയുള്ള അജഗണത്തെ നേർവഴിയിൽ നയിക്കാൻ നല്ല ഇടയനാകുക എന്നുള്ള ഓർമ്മപ്പെടുത്തൽ സ്വീകരിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകണം. സഹോദരങ്ങളെ, ഇന്ന് പബ്ലിസിറ്റിക്ക് വേണ്ടി രോഗശാന്തി ശുശ്രൂഷ നടത്തി സഭാംഗങ്ങളെ സഭാജീവിതത്തിൽ നിന്നും വ്യതിചലിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഏറെയുണ്ട് എന്നുള്ളതും പ്രസക്തമായ മറ്റൊരു കാര്യമാണ്. വലിയ ഫ്ലെക്സ് ബോർഡുകളൊക്കെ അടിച്ചു വെച്ച് ഈശോയേക്കാൾ വലിയ ഫോട്ടോയൊക്കെ കൊടുത്ത് രോഗശാന്തി ശുശ്രൂഷകരായി ചമഞ്ഞു നടക്കുന്ന അനേകം പേരുണ്ട്. ഞാൻ ആരെയെങ്കിലുമൊക്കെ വിമർശിക്കാൻ വേണ്ടിയോ കുറ്റപ്പെടുത്താൻ വേണ്ടിയോ ഒന്നും പറയുന്നതല്ല. മറിച്ച് ഈശോയേക്കാൾ വലിയ സൗഖ്യ ശുശ്രൂഷകരായി ചിലരെങ്കിലുമൊക്കെ ദൈവവചന പ്രഘോഷണവും രോഗശാന്തി ശുശ്രൂഷയുമെന്ന് വെണ്ടയ്ക്ക അക്ഷരത്തിൽ ഫ്ലക്സുകളിൽ അടിച്ച് പൂർണ്ണകായ പ്രതിമ നിൽക്കുന്നത് പോലെ പൂർണ്ണമായ രൂപം മുഴുവനായും ഫോട്ടോ എടുത്ത് പത്രക്കടലാസുകളിലൂടെ അല്ലെങ്കിൽ ഫ്ലക്സ് ബോർഡുകളിലൂടെ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ത്വര, നമ്മളെ തന്നെ പ്രൊജക്റ്റ് ചെയ്യുന്ന ചില രീതികളൊക്കെ ഇന്ന് ഏറെ കണ്ടുവരുന്ന ഒരു കാലഘട്ടത്തിലാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെയും ഇപ്രകാരമുള്ള ചീപ്പ് പോപ്പുലാരിറ്റിക്ക് വേണ്ടിയോ പബ്ലിസിറ്റിക്ക് വേണ്ടിയോ ആകരുത് ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നതും രോഗസൗഖ്യ ശുശ്രൂഷകൾ നൽകുന്നതും. അതുപോലെ തന്നെ പബ്ലിസിറ്റി കൊടുത്ത്
വചന ശുശ്രൂഷയും രോഗശാന്തി ശുശ്രൂഷയൊക്കെ നടത്തി വഴിതെറ്റിക്കുന്നവരാൽ വഞ്ചിതരാകാതെ സഭയുടെ ആധികാരികമായ വചന ശുശ്രൂഷയോടും കൂദാശ ശുശ്രൂഷയോടും സൗഖ്യദായക ശുശ്രൂഷയോടും പ്രതിബദ്ധത പുലർത്തുന്നവരാകാൻ വിശ്വാസികൾ ശ്രദ്ധിക്കണമെന്നുള്ള ഒരു ആഹ്വാനവും ഇതോടൊപ്പം ഞാൻ നൽകുകയാണ്. ഫ്ലക്സ് ബോർഡുകൾ അടിച്ചു വെച്ച് ചില കൺവെൻഷൻ സെൻ്ററുകളിലൂടെയൊക്കെ രോഗസൗഖ്യം കൊടുക്കുന്ന ശുശ്രൂഷകളുമായി വിളംബരം ചെയ്തുകൊണ്ട് നടത്തുന്ന ചില പ്രവൃത്തികളൊക്കെ ഉണ്ടല്ലോ. സഭയുടെ സഭാഗാത്രത്തോട് ചേർന്ന് നിൽക്കുന്നവരാകണം ഇപ്രകാരമുള്ള ശുശ്രൂഷ ചെയ്യുന്നവരും ശുശ്രൂഷകൾക്ക് വേണ്ടി ഓടിക്കൂടുന്നവരും. തടിയിൽ നിന്നും വെട്ടിമാറ്റപ്പെടുന്ന ശാഖയ്ക്ക് അതിൽ തന്നെ ജീവനില്ലാത്തതുപോലെ സ്വയമേവ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കാത്തതുപോലെ ഇപ്രകാരം സഭയോട് ചേർന്ന് നിൽക്കാതെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ശുശ്രൂഷകളുമായി ഇറങ്ങിപ്പുറപ്പെടുന്നവർ ദൈവജനത്തെ വഴിതെറ്റിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്രകാരം എത്രയോ ഏറെ പേര് സഭാ ശുശ്രൂഷയിൽ നിന്നും വിഘടിച്ച് മാറി നിന്ന് സ്വന്തമായി ശുശ്രൂഷകളൊക്കെയായി മുൻപോട്ട് പോകുന്നുണ്ട്. അപകടങ്ങൾ പതിയിരിപ്പുണ്ട് ഓരങ്ങളിൽ. അതുകൊണ്ട് ജാഗ്രതയുള്ളവരാകണം നാം എല്ലാവരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും മനസ്സിലാക്കുക, സഭയോട് പ്രതിബദ്ധതയുള്ളവരായും കൂടെയുള്ള ശുശ്രൂഷ സ്വീകരിക്കുന്ന ജനങ്ങളോടുള്ള ആഭിമുഖ്യത്തോടും ദൈവത്തിലുള്ള അടിയുറച്ച പൂർണ്ണമായ വിശ്വാസത്തോടും കൂടെ വേണം ഞാനും നിങ്ങളും ഈ ശുശ്രൂഷയിൽ ഏർപ്പെടാൻ. നല്ലിടയനായ ഈശോയെ പോലെ നല്ല മാതൃക നൽകിക്കൊണ്ട് വേണം അജപാലകർ അജഗണങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ. അവരുടെ എല്ലാ ശുശ്രൂഷകളിലും ഇത് അന്വർത്ഥമാകും വിധം വേണം നമ്മൾ പ്രവർത്തിക്കാൻ. അങ്ങനെ മാത്രമേ സഹോദരങ്ങളെ നമ്മൾക്ക് ദൈവീകമായ ഈ ശുശ്രൂഷയിൽ നിലനിന്ന് പോകാൻ വേണ്ടി പറ്റുള്ളൂ. സുവിശേഷ മൂല്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് വേണം അജപാലകർ സുവിശേഷം പ്രസംഗിക്കാൻ. കേവലം ഒരു ലിപ് സർവീസ് മാത്രമായി അധപ്പതിക്കരുത്. എനിക്ക് ചിലപ്പോഴെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ട്, ദൈവവചന ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണലിസം പോലെ പ്രൊഫഷണലായി ചെയ്യുന്ന ആൾക്കാർ. കുറേയേറെ നാളുകൾ ഇങ്ങനെ ധ്യാന ശുശ്രൂഷകളിലൊക്കെ കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് മനസ്സിലാകും, പറയാനുള്ള കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ കിട്ടും, നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഇനി ഈ ഈശോയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല എന്നുള്ള അപകടകരമായ ഒരു ചിന്ത. 1 മണിക്കൂർ ധ്യാനം പ്രസംഗിക്കണമെങ്കിൽ 2 മണിക്കൂറെങ്കിലും ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിലിരിക്കുന്ന ഒരു പതിവ് ഞാനിങ്ങനെ വളർത്തിയെടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, എൻ്റേതായി ഈ ജനത്തിന് കൊടുക്കാൻ എൻ്റെ കയ്യിലൊന്നുമില്ല. അവനറിയാം ഈ ജനത്തിന് എന്താ വേണ്ടതെന്ന്, എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ അവൻ വെളിപ്പെടുത്തി തരുന്ന കാര്യങ്ങളാണ് ഞാൻ ജനത്തിനു വേണ്ടി കൊടുക്കേണ്ടത്. അജഗണങ്ങൾ ദൈവത്തിൻ്റെ ഇടയൻ്റേതാണ്. അവർക്ക് വേണ്ടിയിട്ട് മുറിച്ചു കൊടുക്കാൻ ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ തപസ്സിരിക്കുന്നവനാകണമെന്നുള്ള ബോധ്യം വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണം. സഭയുടെ വിശ്വാസം ആഴത്തിൽ പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്തുകൊണ്ട് വേണം ജനങ്ങൾക്ക് വിശ്വാസ പരിശീലനം നൽകുവാൻ. മതാധ്യാപകരോടും കൂടെ എനിക്കൊരപേക്ഷയുണ്ട്. മറ്റുള്ളവർക്ക് മാതൃകായോഗ്യമായ തരത്തിൽ സഭയോട് ചേർന്ന് നിൽക്കുക മാത്രമല്ല, സഭയുടെ പ്രബോധനങ്ങൾക്കനുസരിച്ച് നീ ജീവിക്കുന്നവളാകണം, ജീവിക്കുന്നവനാകണം. കുട്ടികൾക്ക് വിശ്വാസ പരിശീലനം നൽകുന്ന ഏതൊരു വ്യക്തിയും ഇപ്രകാരം സഭാഗാത്രത്തോട് ചേർന്ന് നിൽക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടവരാണ് എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ലിറ്റർജിക്കൽ ശുശ്രൂഷകൾ സ്വന്തം പ്രാർത്ഥനാനുഭവമാക്കി തീർത്തുകൊണ്ട് വേണം ആരാധനാ ജീവിതത്തിൽ ദൈവജനത്തിന് നേതൃത്വം കൊടുക്കാൻ. നേതൃശുശ്രൂഷയിൽ പ്രലോഭനങ്ങളുണ്ടാകുമ്പോൾ അഹങ്കാരത്തോടുകൂടെ സ്വാർത്ഥതയോടുകൂടെ തന്നിഷ്ടപ്രകാരം മാത്രം ചെയ്യുന്നവരാകാതെ സഭാഗാത്രത്തോട് ചേർന്ന് നിൽക്കാൻ നമുക്കേവർക്കും സാധിക്കേണ്ടിയിരിക്കുന്നു. ഇപ്രകാരം അജപാലന സ്നേഹത്താൽ പ്രേരിതരായിട്ട് വേണം വിവിധ തലങ്ങളിൽ അജപാലന ശുശ്രൂഷ നിർവഹിക്കാനെന്ന് സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാനിങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്നറിയാവോ? ചെന്നായി വന്ന് ആടുകളെ പിടിച്ച് ചിതറിച്ചു കളയുവാൻ ഇടയാകാത്ത വിധം ജാഗ്രതയോടെ അജപാലന ശുശ്രൂഷ നിർവഹിക്കുന്നവരാകണം നമ്മൾ. ഇവിടെ
ചെന്നായ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സത്യത്തെ വളച്ചൊടിച്ച് പ്രസംഗിക്കുന്നതിലൂടെ സത്യവിശ്വാസത്തിൽ നിന്നും വിശ്വാസികളെ വ്യതിചലിപ്പിക്കുന്നവരെയാണ് ചെന്നായ എന്ന വാക്കുകൊണ്ട് അഭിസംബോധന ചെയ്യുമ്പോൾ, സത്യവിശ്വാസത്തിൽ നിന്നും സാധാരണക്കാരായ അൽമായ വിശ്വാസികളെ അടർത്തി മാറ്റിക്കൊണ്ടുപോകുന്നവരെയാണ് ചെന്നായ എന്ന പേരുകൊണ്ട് വിശുദ്ധ വചനം വിളിക്കുന്നത്. വിശുദ്ധ പൗലോസ് സഭയിലെ ശ്രേഷ്ഠന്മാരെ ഉപദേശിക്കുമ്പോൾ ഇത് വ്യക്തമാക്കുന്നുണ്ട്. എൻ്റെ വേർപാടിനു ശേഷം ക്രൂരരായ ചെന്നായ്ക്കൾ നിങ്ങളുടെ മധ്യേ വരുമെന്നും അവ അജഗണങ്ങളെ വെറുതെ വിടുകയില്ലെന്നും എനിക്കറിയാം. ശിഷ്യരെ ആകർഷിച്ച് തങ്ങളുടെ പിന്നാലെ കൊണ്ടുപോകാൻ വേണ്ടി സത്യത്തെ വളച്ചൊടിക്കുന്നവർ തങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടാകുമെന്ന് അപ്പസ്തോലന്മാരുടെ നടപടി പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 29-30 വാക്യങ്ങളിൽ മനോഹരമായി അപ്പസ്തോലൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സഹോദരങ്ങളെ, ബൈബിളിൽ നിന്നും അപ്പസ്തോല പ്രവർത്തനങ്ങൾ നോക്കുക. നടപടി പുസ്തകം എന്ന മറ്റൊരു പേരുമുണ്ട് അപ്പസ്തോല പ്രവർത്തനങ്ങൾക്ക്. 20-ാം അധ്യായം 29-30 വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: എൻ്റെ വേർപാടിനു ശേഷം ക്രൂരരായ ചെന്നായ്ക്കൾ നിങ്ങളുടെ മധ്യേ വരുമെന്നും അവ അജഗണത്തെ വെറുതെ വിടുകയില്ലെന്നും എനിക്കറിയാം. ശിഷ്യരെ ആകർഷിച്ച് തങ്ങളുടെ പിന്നാലെ കൊണ്ടുപോകാൻ വേണ്ടി സത്യത്തെ വളച്ചൊടിച്ച് പ്രസംഗിക്കുന്നവർ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടാകും. ശക്തവും വ്യക്തവുമായ ദൈവത്തിൻ്റെ ഈ വാക്കുകൾ അപ്പസ്തോലനിലൂടെ നമുക്ക് നൽകുകയാണ് നടപടി പുസ്തകത്തിൽ. അതുകൊണ്ട് തന്നെയും സഹോദരങ്ങളെ, ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം ഇതാണ്. സഭാശ്രേഷ്ഠന്മാരെ ഉപദേശിച്ചുകൊണ്ട് പൗലോസ് അപ്പസ്തോലൻ പറയുന്ന വാക്കുകളാണ്: എൻ്റെ വേർപാടിനു ശേഷം ക്രൂരരായ ചെന്നായ്ക്കൾ നിങ്ങളുടെ മധ്യേ വരുമെന്നും അവ അജഗണത്തെ വെറുതെ വിടുകയില്ലെന്നും എനിക്കറിയാം. അവരെന്തു ചെയ്യുമെന്നാണ് അടുത്ത വചനത്തിൽ നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. ശിഷ്യരെ ആകർഷിച്ച് തങ്ങളുടെ പിന്നാലെ കൊണ്ടുപോകാൻ അവർ സത്യത്തെ വളച്ചൊടിച്ച് പ്രസംഗിക്കുന്നവർ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്ന് തിരിച്ചറിയണം നിങ്ങൾ. പ്രിയപ്പെട്ടവരെ, ദൈവവചന ശുശ്രൂഷ ചെയ്യുമ്പോഴും വിശ്വാസ പരിശീലനം നൽകുമ്പോഴും ഇത് വലിയ ഒരു ഇടയ ദൗത്യമാണ് എന്ന ബോധ്യത്തോടു കൂടെ വേണം അപ്രകാരമുള്ള ശുശ്രൂഷകളിലേക്ക് ഞാനും നിങ്ങളും ഇറങ്ങിപ്പുറപ്പെടാൻ വേണ്ടി. കാരണം ഈ സ്ഥിതിവിശേഷം ഇന്ന് സഭയിൽ തികച്ചും ആനുകാലികമാണ്. അതുകൊണ്ട് അജപാലകർ ഈ വിപത്തിനെതിരായി ജാഗ്രതയോടുകൂടി അജപാലന ശുശ്രൂഷയിൽ ഏർപ്പെടേണ്ടതുണ്ട്. അജപാലന ശുശ്രൂഷ കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചവരുടെ ഇടയിൽ മാത്രം ഒതുക്കി നിർത്തുന്നതും ശരിയല്ല. അകത്തോലിക്കരും അക്രൈസ്തവരുമായവരുടെ ഇടയിലേക്കും അജപാലന ശ്രദ്ധയും ശുശ്രൂഷയും വ്യാപിപ്പിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക. ഗോ ടു ദ പെരിഫറി എന്നും ടു ദ ഫ്രിഞ്ചസ് ഓഫ് ദ സൊസൈറ്റി എന്നും ഈവൻ ടു ദ മാർക്കറ്റ് പ്ലേസസ് എന്നും ഒക്കെയുള്ള പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകൾ നമ്മൾ ഇതിലേക്ക് നയിക്കുന്നവയാണ്. സഭൈക്യ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനും മതസൗഹാർദ്ദം വളർത്തുന്നതിനും നേതൃത്വം കൊടുക്കുവാൻ ഇടയന്മാർക്ക് സാധിക്കണമെന്നും ഈ വചനഭാഗങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ നല്ല ഇടയനായ ഈശോയുടെ സവിശേഷതകൾ സ്വാംശീകരിച്ചും എല്ലാ താല്പര്യങ്ങളും കണക്കിലെടുത്തും അജപാലന ശുശ്രൂഷ ചെയ്യുവാൻ അജപാലകർക്ക് സാധിക്കണം. ഈശോയിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മരണമുദ്ധാനത്തിലേക്കുള്ള കവാടമാണ് എന്ന് തിരിച്ചറിയുക. കാരണം മരണമില്ലാതെ ഉദ്ധാനമില്ല, ഉദ്ധാനമില്ലാതെ മരണവുമില്ല. ഓരോ ക്രൈസ്തവൻ്റെയും ജീവിതം പരസ്പര സ്നേഹത്തിൻ്റെയും ശുശ്രൂഷയുടെയും ജീവിതമാണ്. ഈശോയിലുള്ള തങ്ങളുടെ ശുശ്രൂഷാ ജീവിതത്തിൻ്റെ പൂർത്തീകരണമായ മരണം പ്രത്യാശാജനകമാണ് എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് മരണത്തെ പ്രത്യാശപൂർവ്വം നേരിടാൻ ഓരോ ക്രൈസ്തവനും സാധിക്കണമെന്നാണ് ഇവ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, ക്രൈസ്തവർക്ക് തങ്ങളുടെ ശുശ്രൂഷാ ജീവിതം സ്വതന്ത്രമായും സന്തോഷത്തോടെയും നയിക്കാൻ കഴിയണം. അതവരെ സംബന്ധിച്ചിടത്തോളം ദൈവഹിതം കൂടിയാണ്. ഇവിടെ സ്വാതന്ത്ര്യവും അനുസരണവും സംയോജിപ്പിക്കപ്പെടുന്നു. സ്വതന്ത്രമായും എന്നാൽ കൽപ്പനാനുസൃതമായും പൂർത്തിയാക്കാൻ ജീവിക്കാൻ ക്രൈസ്തവരായ എല്ലാവർക്കും
സാധിക്കട്ടെ എന്ന ആശംസയോടെ അവസാനിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.